ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. അപ്പം നമ്മൾ ആദ്യമേ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന എൻഡ് പോയിന്റ് ഉണ്ട്. എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ബി എൻഡിങ് പോയിന്റ് ആണ്, ഇതിനിടയ്ക്ക് എക്സ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ ഏരിയ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ a to b f of x dx as the area of the region bounded by the curve y equal to f of x. The ordinate x equal to a and x equal to b and x axis. Okay. അതായത് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഓർഡിനേറ്റും എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഓർഡിനേറ്റും എക്സ് ആക്സിസും വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്. അപ്പം എക്സ് ബി എ ഗിവൺ പോയിന്റ് ഇൻ എ ബി, അങ്ങനെയാണ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദി ലൈറ്റ് ഷെയ്ഡ് റീജിയൻ. അതായത് സ്മോൾ എ തൊട്ട് എക്സ് വരെയുള്ള ഫംഗ്ഷന്റെ ഏരിയ ആണ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. നൗ അപ്പം നമ്മൾ ഈ ഒരു കേസിൽ എന്താണ്? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ തിയറത്തിന്റെ ഇനിഷ്യൽ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത എക്സ് ബിലോങ് ടു എ ടു ബി, അതായത് ഈ എക്സ് എന്ന് പറയുന്നത് എക്ക് ബിക്ക് ഇടയിൽ കിടക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, the assertion made below is equally true for all other function. അടുത്തത് എന്താണ്? ഏരിയ ഓഫ് ദിസ് റീജിയൻ ഡിപ്പെൻഡ് ഓൺ ദി വാല്യൂ ഓഫ് എക്സ്. അപ്പം എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം നമ്മളാണ് പറയുന്നത് ഏരിയ ഓഫ് ദി ഷെയ്ഡ് റീജിയൻ ആസ് എ ഫംഗ്ഷൻ എക്സ്, വി ഡിനോട്ട് ദിസ് ഫംഗ്ഷൻ ആസ് എ ഓഫ് എക്സ്, വി കോൾ ഏരിയ ഫംഗ്ഷൻ. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫണ്ടമെന്റൽ തിയറം എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു. തിയറം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്. എന്താണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം? പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ദ ക്ലോസ്ഡ് ഇന്റർവെൽ എ ടു ബി, ലെറ്റ് എ ഓഫ് എക്സ് ബി ദ ഏരിയ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ഓഫ് എക്സ് ആണ്. അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതായത് എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ഒ എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു എക്സ്. ഇപ്പം നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ഏതാണ്? എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ എഫ് ഓഫ് ടി ഡി ടി. പേരുകൾ മാറ്റി എഴുതാനും വ്യത്യാസം വരില്ല. എഫ് ഓഫ് ടി ഡി ടി എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? എ ഡാഷ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് എത്ര വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എ ഓഫ് എക്സ്. ഓൾറെഡി എ ഓഫ് എക്സ് ഇന്റഗ്രൽ ആയതുകൊണ്ട് അതൊന്ന് എന്ത് ചെയ്യുക? റീപ്ലേസ് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി. നമുക്കറിയാം ഇന്റഗ്രലും ഡെറിവേറ്റീവും എന്താണ്? ഇന്റഗ്രലും ഡെറിവേറ്റീവും എന്താണ്? ഇന്റഗ്രലും ഡെറിവേറ്റീവും ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ്. അത് തമ്മിൽ എന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്ത് പോകും. അതിന് ഇവഞ്ച്വലി നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ നമുക്ക് എന്ത് തന്നെ കിട്ടും? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. കാര്യം ഇത്രയേ ഉള്ളൂ. എ ഓഫ് എക്സിനെ ഇന്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു എക്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എ ഓഫ് എക്സ്. കാരണം ഡെറിവേറ്റീവും എ ഓഫ് എക്സ് ഓൾറെഡി ഇന്റഗ്രലിന്റെ ഫംഗ്ഷൻ ആണ്. ഈ ഇന്റഗ്രലും ഡെറിവേറ്റീവും കൂടെ ക്യാൻസൽ ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് മാത്രം കിട്ടും. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയും. ശ്രദ്ധിക്കുക, എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ക്ലോസ്ഡ് ഇന്റർവെൽ എ ടു ബി. എ ഓഫ് എക്സ് ഏരിയ ഫംഗ്ഷൻ ആണെങ്കിൽ എ ഡാഷ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. കാരണം എ ഓഫ് എക്സ് 1 to x എഫ് ഓഫ് ടി ഡി ടി ആണെന്ന് വിചാരിക്കുക. ഇവിടെ എഫ് ഓഫ് ടി ടി സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. സോ ഏരിയ ഫംഗ്ഷൻ 1 to x ടി സ്ക്വയർ ഡി ടി വരും. ഇന്റഗ്രേറ്റ് ചെയ്ത് ടി ക്യൂ ബൈ 3 1 to x വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എക്സ് ക്യൂ ബൈ 3 മൈനസ് 1/3 എന്ന് കിട്ടും. അതിന് നിങ്ങൾ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറത്തിൽ പഠിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ ഇന്റഗ്രൽ എന്ത് ചെയ്യുന്നത്? സോറി, ആദ്യം അപ്പർ വാല്യൂ ഇട്ട് കൊടുക്കുക, പിന്നെ ലോവർ വാല്യൂ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഡെറിവേറ്റീവ് എടുത്താൽ എത്ര കിട്ടും? 3x² 3 - 0. ഓക്കെ, 3x²3 ഈ -1/3 ഡെറിവേറ്റീവ് 0 കിട്ടും. അത് നമുക്ക് x² തന്നെ കിട്ടും. അതായത് എ ഡാഷ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 to x എഫ് ഓഫ് ടി ഡി ടി നമുക്ക് എത്ര തന്നെ കിട്ടും? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും, വേറെ ഒന്നും കിട്ടിയില്ല.
അതായത് നമ്മൾ ഇന്റഗ്രലിനെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഫംഗ്ഷനെ ആ അപ്പർ വാല്യൂ എടുത്ത ഫംഗ്ഷനിലോട്ട് എന്ത് കൊടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡഡ് ഇത് എക്സ് ആണെങ്കിൽ. എക്സ് അല്ലെങ്കിൽ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റം വരും. പക്ഷേ നമ്മളിവിടെ സിമ്പിൾ കേസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന എ ഓഫ് എക്സ് സ്മോൾ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഒന്നും ചെയ്യേണ്ട, ഈ ടിക്ക് വരും എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, നൗ അതാണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം എന്ന് പറയുന്നത്. എന്താണ് ദ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്? എന്താണ് ഇമ്പോർട്ടൻറ്റ് തിയറം വിച്ച് എനേബിൾ അസ് ടു ഇവാലുവേറ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അവിടെ ഡെഫിനിറ്റ് ഇന്റഗ്രലോട് ഉദ്ദേശിച്ചിരിക്കുന്ന ഏരിയ അണ്ടർ ദ കർവ് ഇൻ എക്സിക്കൽ ടു എ തൊട്ട് എക്സിക്കൽ ടു ബി വരെ. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ ഇന്റഗ്രൽ ആന്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിച്ചു, എന്നിട്ട് അപ്പർ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്താൽ മതി. കാര്യം എന്താണ്, ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ക്യാപിറ്റൽ എഫ് ബി ആന്റി ഡെറിവേറ്റീവ്. ശ്രദ്ധിച്ചാൽ എന്താണ് ക്യാപിറ്റൽ എഫ് ബി ആന്റി ഡെറിവേറ്റീവ് സ്മോൾ എഫ്. എങ്ങനെയാണ് ക്യാപിറ്റൽ എഫ് ആന്റി ഡെറിവേറ്റീവ് സ്മോൾ എഫ് ആകുന്നത്? ക്യാപിറ്റൽ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആന്റി ഡെറിവേറ്റീവ് കിട്ടും, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇവിടെ ഈ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി, അതിന് ഇടയിലുള്ള എന്ത് ഏരിയ. അതിന്റെ ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് അതിന്റെ അപ്പർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നൗ ക്വിക്കലി പറയണ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഡിഫൈൻ ക്ലോസ് ഇന്റർവൽ എ ടു ബി, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? എക്സാമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ 0 to എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, 0ക്കും 2നും ഇടയ്ക്ക് ആ ഫംഗ്ഷന്റെ അടിയിലുള്ള എത്രയാണ് ഏരിയ. അപ്പം ഈ ചെറിയ ഏരിയ എന്ന് പറയുന്നത് എക്സ് വെഡ്ത്ത് ആണ്, ഡി എക്സ് ലെങ്ത്, സോറി ഡി എക്സ് ചെറിയ ലെങ്ത് ആണ്, എക്സ് അതിന്റെ ഹൈറ്റ്. കാരണം ശരിക്കും y ആണ് ഹൈറ്റ്, നമ്മൾ എക്സ് ആയിട്ട് തന്നെ എഴുതുന്നു. ചെറിയ ഏരിയ എക്സ് ഡി എക്സ് വരും, ടോട്ടൽ ഏരിയ ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കുക, ഹാഫ് ടൈം ബേസ് ടൈം ഹൈറ്റ്, അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. ആന്റി ഡെറിവേറ്റീവ് എടുത്താൽ എക്സ് സ്ക്വയർ ബൈ 2 കിട്ടും, ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏരിയ എത്ര കിട്ടും? 2 കിട്ടും. ശ്രദ്ധിക്കേണ്ടത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ ഓഫ് ആന്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് അപ്പർ ലിമിറ്റ് മൈനസ് വാല്യൂ ഓഫ് സെയിം ആന്റി ഡെറിവേറ്റീവ് അറ്റ് ലോവർ ലിമിറ്റ്. അതായത് ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ക്യാപിറ്റൽ എഫ്, എന്നിട്ട് അതിന്റെ അപ്പർ ലിമിറ്റിലെ വാല്യൂന്ന് ലോവർ ലിമിറ്റിലെ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. എന്താണ് ഇവിടെ ആന്റി ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആന്റി ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എഫ് ഡാഷ് ആണെന്ന് പറയുന്നത് എഫ്. ഓക്കെ, തിയറം ഈസ് വെരി യൂസ്ഫുൾ. എന്തുകൊണ്ടാണ്? മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഡെഫിനിറ്റ് ഇന്റഗ്രൽ മോർ ഈസിലി. ലിമിറ്റ് ഓഫ് സം ഉപയോഗിക്കാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചില സിറ്റുവേഷനിൽ ദ ക്രൂഷ്യൽ ഓപ്പറേഷൻ ഇവാലുവേറ്റിംഗ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഈസ് ദാറ്റ് ഫൈൻഡിംഗ് ദ ഫംഗ്ഷൻ ഹൂസ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. അതായത് നമുക്കൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രൽ ചോദിക്കണം ഏത് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് ഈ ഒരു ഫംഗ്ഷൻ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഇത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. -2 എക്സ് ടൈംസ് എക്സ് സ്ക്വയർ മൈനസ് 1/2 ഇറോണീസ്. എന്തുകൊണ്ടാണ്? -1നും 1നും ഇടയ്ക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല ഡിഫൈൻഡ് അല്ല. കാരണം -1നും 1നും ഇടയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും റാഡിക്കലിനുള്ളിൽ എന്ത് വരും? നെഗറ്റീവ് വരും. ഓക്കെ ഓക്കെ, റാഡിക്കലിനുള്ളിൽ ഏത് വാല്യൂ വരും? നെഗറ്റീവ് വരും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ -2 to 3 എന്നുള്ള ഇന്റഗ്രലില് -1 to 1 എന്ന് പറയുന്ന സ്ഥലത്ത് ആര് ഡിഫൈൻഡ് അല്ല? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം എക്സ് ലെസ് ദാൻ 1ഉം മാത്രമേ എന്തുള്ളൂ ഡിഫൈൻഡ്. കാരണം എക്സ് ലെസ് ദാൻ 1 ആണ്, എക്സ് സ്ക്വയർ മൈനസ് 1 നെഗറ്റീവ് വരും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റാഡിക്കൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയില്ല. അടുത്ത സ്റ്റെപ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് എന്താണ്? ഫൈൻഡ് ദി ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതായത് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് വരുന്നത് നോക്കിയാൽ മതി. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ്, അതായത് എങ്ങനെ ഇരിക്കും?
എഫ് ഡാഷ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് അതിൻ്റെ എന്തായിരിക്കും? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിരിക്കും. എഫ് ഓഫ് എക്സ് പ്ലസ് സി എടുത്താലും ഒരു വ്യത്യാസമില്ല. കാരണം എന്തുകൊണ്ടാണ്? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വരുമ്പോൾ ആ സിയും സിയും കൂടെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് എഫ് ഓഫ് ബി പ്ലസ് സി മൈനസ് എഫ് ഓഫ് എ പ്ലസ് സി പ്ലസ് സിയും പ്ലസ് സിയും കൂടെ കട്ട് ചെയ്ത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ആർബിട്രറി കോൺസ്റ്റന്റ് ഡിസപ്പിയർ ഇവാലുവേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇൻ്റഗ്രേറ്റീവ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അതെന്താണ്? ഏരിയ അണ്ടർ ദ കർവ്. ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എക്കും ബിക്കും. ഇവിടേക്കുള്ള ഏരിയ ആണ്. ഏരിയ അണ്ടർ ദി കർവ്. ഏരിയ അണ്ടർ ദി കർവ്.